ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ന്യൂ ക്ലാസ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരൊറ്റ മെയിൻ ടോപ്പിക്കാണ് കോസ്റ്റും പ്രൊഡക്ഷനുമാണ് വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രണ്ട് ടോപ്പിക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ നമുക്ക് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ നോക്കാം. അപ്പോൾ കോസ്റ്റിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് കോസ്റ്റ് ഓർ ഡിഫൈൻ കോസ്റ്റ്. 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്തായാലും കോസ്റ്റ് എന്താണെന്ന് പഠിക്കാം. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഏതൊരു ബിസിനസ്സിലും അൾട്ടിമേറ്റ് എന്താണ്, ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ സർവീസ് കൊടുക്കുക എന്നാണ്. ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് വെറുതെ ഗുഡ്സ് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ, ഒരുപാട് ഇൻപുട്സ് ആവശ്യമാണ് അല്ലേ. അപ്പോൾ ആ ഇൻപുട്ട് ഫാക്ടറൊക്കെ ഫേമിന് വാങ്ങണം എന്നുണ്ടെങ്കിൽ എന്താണ്, അതിനുള്ള ചിലവുകളുണ്ട്. പണം കൊടുത്ത് വേണം വാങ്ങാൻ വേണ്ടി, എല്ലാം പണം കൊടുത്ത് വേണം നേടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു അൾട്ടിമേറ്റ് പ്രൊഡക്റ്റ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചിലവ് വരുന്നുണ്ടോ, എന്തൊക്കെ ഇൻപുട്ട് ഫാക്ടറിന് വേണ്ടി ചിലവാക്കുന്നുണ്ടോ, അത് തന്നെയാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് പഠിക്കേണ്ടത്. അപ്പോൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ എക്സ്പെൻഡിച്ചർ, മൊത്തത്തിൽ വരുന്ന ചിലവ്. എപ്പോഴാണ് ഉണ്ടാവുന്നത്? പ്രൊഡ്യൂസിങ് എ കമ്മോഡിറ്റി, ഒരു കമ്മോഡിറ്റി ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന മൊത്തത്തിലുള്ള ചിലവിനെയാണ് എന്ത് പറയുന്നത്? കോസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ സാക്രിഫൈസ് മെയ്ഡ് ബൈ ദ ബിസിനസ്മാൻ ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സോ സർവീസോ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആ ബിസിനസ് നടത്തിക്കൊണ്ടുപോകുന്ന ആൾ ത്യജിക്കുന്ന പണം തന്നെയാണ് എന്ത്? കോസ്റ്റ് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ ടോട്ടൽ ഓഫ് ഇംപ്ലിസിറ്റ് കോസ്റ്റ് ആൻഡ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്നും പറയാം. ഇംപ്ലിസിറ്റ് ആയിട്ടും എക്സ്പ്ലിസിറ്റ് ആയിട്ടും വരുന്ന കോസ്റ്റിൻ്റെ ആകെ തുകയിനെയാണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇംപ്ലിസിറ്റും എക്സ്പ്ലിസിറ്റും എന്താണെന്ന് നിങ്ങൾക്ക് ചോദ്യം വരും. അത് നമുക്ക് അടുത്ത് തന്നെ കോസ്റ്റുകൾ പഠിക്കുമ്പോൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ 3 സെൻറ്റൻസുകളായി നിങ്ങൾ നിർബന്ധമായി 3 മാർക്കിന് 3 സെൻറ്റൻസ് എഴുതണം. ഞാൻ ഓരോ വട്ടവും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ എല്ലാവരും കണ്ടിന്യൂസ് ആയി എൻ്റെ വീഡിയോ ആദ്യം മുതൽ കണ്ടുവരുന്ന ആളുകളാവില്ല. ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും വീഡിയോസ് കാണുന്നുണ്ടാവുക. അതുകൊണ്ടാണ് പറയുന്നത് 3 മാർക്കിന് 3 പോയിന്റ് നിർബന്ധമായിട്ടും, വെറുതെ 3 പോയിന്റ് എഴുതല്ല, അതിലേക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുന്ന 3 പോയിന്റ് ഉണ്ടായിരിക്കണം. ഇനി അപ്പോൾ എന്താ കോസ്റ്റ് എന്ന് മനസ്സിലായില്ലേ? ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്ന ഭാഗമായിട്ട് വരുന്ന മൊത്തം ചെലവിനെയാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഈ കോസ്റ്റിൻ്റെ ഒരു സ്വഭാവമുണ്ട്. എന്തൊക്കെയാണ് അതിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്? ഇത് പണമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. മോണിറ്ററി എക്സ്പെൻസുകളാണ്. പലതരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഓർഗനൈസേഷന് ഉണ്ടാവുന്നതായിട്ടുള്ള പണവുമായി ബന്ധപ്പെട്ട് വരുന്ന, കാരണം കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു കോസ്റ്റ് അല്ല, അവിടെ എല്ലാം പണത്തിൻ്റെ ഔട്ട്ഫ്ലോ നടക്കുന്നുണ്ട്. മോണിറ്ററി എക്സ്പെൻസ് ആണ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരു ബിസിനസ് നടത്തി കൊണ്ടുപോകാൻ എന്തായാലും കോസ്റ്റ് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ആദ്യം കോസ്റ്റ് ആണല്ലോ ഉണ്ടാവുന്നത്, പിന്നെയല്ലേ പ്രോഫിറ്റിലേക്ക് മാറുന്നത്. കോസ്റ്റ് എപ്പോഴും ഡയറക്റ്റ് ആയിട്ട് അഫക്റ്റ് ചെയ്യുന്ന ആരെ തന്നെയാണ്? പ്രോഫിറ്റിനെയാണ് അല്ലേ. അപ്പോൾ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണമെങ്കിൽ പ്രോഫിറ്റ് മാക്സിമൈസും ചെയ്യണം, കോസ്റ്റിനെ എപ്പോഴും നമ്മൾ കുറയ്ക്കാനും നോക്കണം. കോസ്റ്റാണ് എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകം? പ്രൈസിനെ. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ എന്തോരം കോസ്റ്റുകൾ വന്നിട്ടുണ്ടോ, അതിൻ്റെ ഒപ്പം നമ്മുടെ പ്രോഫിറ്റും കൂടി കൂടുമ്പോഴാണല്ലോ അതിൻ്റെ പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. കാരണം കോസ്റ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് പ്രൈസിനെ. ഒരു പ്രൊഡക്റ്റിന് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് അത് ഉണ്ടാക്കിയെടുക്കാൻ വരുന്ന ചിലവും നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോഫിറ്റും കൂടി കൂടിയിട്ടാണ് പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. കോസ്റ്റ് ഹൈ ആണെങ്കിൽ പ്രൈസ് എന്തായാലും ഹൈ ആയിരിക്കും. കോസ്റ്റ് കുറയുകയാണെന്ന് വെച്ചാൽ നമുക്ക് പ്രൈസും കുറച്ചിട്ട് കൊടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ വേറൊരു ഭാഗം എന്ന് പറയുന്നത്. കോസ്റ്റ് ആർ എക്സ്പ്രസ്ഡ് ഇൻ മോണിറ്ററി ടേംസ്. കോസ്റ്റ് എപ്പോഴും പറയാം മോണിറ്ററി ടേംസിലായിരിക്കും. അതായത് 10,000 രൂപ, 20,000 രൂപ, അങ്ങനെ പണത്തിൻ്റെ ബേസിസിലായിരിക്കും കോസ്റ്റ് എക്സ്പ്രസ് ചെയ്യാം. കോസ്റ്റ് എപ്പോഴും വാരി ചെയ്തുകൊണ്ടിരിക്കും. ഓരോ വർഷങ്ങൾ കഴിയുന്തോറും കോസ്റ്റും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. കാരണം ചിലപ്പോൾ ഇൻഫ്ലേഷൻ ഉണ്ടാവാം, മാർക്കറ്റ് കണ്ടീഷൻ ചേഞ്ച് ചെയ്യാം, പ്രൊഡക്ഷൻ പ്രോസസ്സ് ചേഞ്ച് ചെയ്യാം. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കോസ്റ്റും വാരി ചെയ്തുകൊണ്ടിരിക്കും. കോസ്റ്റ് എപ്പോഴും റെപ്രസെൻ്റ് ചെയ്യുന്നത് പണം പുറത്തേക്കുള്ള ഒഴുകലിലാണ്. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് പണം ചിലവാകുന്നതാണല്ലോ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഔട്ട്ഫ്ലോ ഓഫ് മണീനെയാണ് എന്ത് പറയുന്നത്? കോസ്റ്റ് എന്ന് പറയുന്നത്. ഇത്രയാണ് കോസ്റ്റിൻ്റെ നേച്ചർ. 6 മാർക്കിനൊക്കെ ചോദിക്കാം. കോസ്റ്റ് എന്താണെന്നുള്ളത് 3 മാർക്സിൽ ചോദിക്കാം. നേച്ചർ ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത് 6 മാർക്കിനും ചോദിക്കാവുന്നതാണ്. അപ്പോൾ അതിൽ 3 മാർക്സിന് കോസ്റ്റ് എന്താണെന്നുള്ളത് നോക്കുക. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് നേച്ചർ ഓഫ് കോസ്റ്റ്. കോസ്റ്റിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് 7 പോയിന്റ് കൃത്യമായി പറയുന്നുണ്ട്. ഔട്ട്ഫ്ലോ ഓഫ് മണി ഉണ്ട്, ടൈമിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും, മോണിറ്ററി ടേംസിൽ മാത്രമേ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. കോസ്റ്റ് തീർച്ചയായിട്ടും പ്രൈസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കോസ്റ്റ് ഡയറക്റ്റായിട്ട് അഫക്റ്റ് ചെയ്യുന്ന പ്രോഫിറ്റിനെയാണ്. കോസ്റ്റ് എന്ന് പറയുന്ന ഒരു ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടതായിട്ടുള്ള വളരെ അത്യാവശ്യമായിട്ടൊരു വസ്തുതയാണ്. ആൻഡ് കോസ്റ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് മോണിറ്ററി എക്സ്പെൻസുകളെയാണെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ നേച്ചർ എന്ന് പറയുന്നത്.
നെക്സ്റ്റ് എസ് എ ക്വസ്റ്റ്യൻ ആണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് 6 മാർക്കിന് മാത്രം ചോദിക്കാവുന്നതോ അല്ലെങ്കിൽ 3 മാർക്സിന് മാത്രം ചോദിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളാണ് ഈ ഒരു എസ് എ ക്വസ്റ്റ്യനിൽ വരുന്നത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ എസ് എയിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോസ്റ്റ് മാത്രം ചോദിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോസ്റ്റ് 3 മാർക്സിന് മാത്രമായിട്ടും ചോദ്യം വരാം. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു എസ് എഴുതുന്ന സമയത്ത് അതിന് കൃത്യമായിട്ട് ഒരു ഹെഡിങ് കൊടുക്കുക, ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് എന്ന് കൊടുത്തിട്ട് അതിൽ 3 തരത്തിലാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റിലേക്ക് കൊടുക്കേണ്ടത് അക്കോർഡിംഗ് ടു ബിഹേവിയർ ഓർ വേരിയബിലിറ്റി. കോസ്റ്റിൻ്റെ ബിഹേവിയറിനെ ബേസ് ചെയ്തുകൊണ്ടോ അത് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ബേസിസിലോ ആണ് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ അതിനുശേഷം അതിന് താഴെ കൊടുക്കേണ്ടതാണ് ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ് ആൻഡ് സെമി വേരിയബിൾ കോസ്റ്റ് പറയുക. അതാണ് ഒന്നാമത്തെ കാറ്റഗറിയിൽ വരുന്ന ക്ലാസിഫിക്കേഷൻ. രണ്ടാമത്തെ കാറ്റഗറിയിൽ ടൈമും പീരീഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്ലാസിഫിക്കേഷനാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ എന്താണെന്നുള്ളത് അവിടെ കൊടുക്കുക. അതിന് ഒരു കുറച്ച് പോയിന്റുകൾ പറയുന്നുണ്ട്, ഒരു 4 പോയിന്റ് വരുന്നുണ്ട്. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് മാനേജീരിയൽ ഡിസിഷൻ്റെ ബേസിസിൽ വരുന്ന ക്ലാസിഫിക്കേഷനാണ്. അതിലും ഒരു 7-8 മോഡൽ കോസ്റ്റ് വരുന്നുണ്ട്. ഇങ്ങനെ കൃത്യമായിട്ടൊരു ഒരു ഡയഗ്രാം വരച്ചുകൊണ്ട് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് വെച്ചാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഈ വരുന്ന ഓരോ ക്ലാസിഫിക്കേഷൻ്റെ അണ്ടറിലും വരുന്ന കോസ്റ്റുകളെ നമുക്ക് വേണമെങ്കിൽ 3 മാർക്സിനൊക്കെ അവിടെ ചോദ്യങ്ങൾ ചോദിക്കാം. വാട്ട് ഈസ് സങ്ക് കോസ്റ്റ് ചോദിക്കാം, വാട്ട് ഈസ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എസ് എക്കും അതേപോലെ തന്നെ 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ഇവിടെ നിന്ന് വരാം. ഇനി അതും അല്ലെങ്കിൽ 6 മാർക്കിനൊക്കെ ചോദിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലാസിഫിക്കേഷൻ മാത്രവും ചോദിക്കാം. അതായത് മാനേജറിയൽ ഡിസിഷൻ്റെ അണ്ടറിൽ മാത്രം വരുന്ന ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ചോദിക്കാം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. അപ്പോൾ ആദ്യത്തെ കാറ്റഗറി നമുക്ക് നോക്കാം. ബിഹേവിയർ ഓർ വേരിയബിലിറ്റിയുടെ ബേസിസിൽ കോസ്റ്റിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. പ്രധാനമായിട്ടും 3 തരത്തിലാണ് ക്ലാസിഫിക്കേഷൻ വരുന്നത്: ഫിക്സഡ്, വേരിയബിൾ ആൻഡ് സെമി വേരിയബിൾ കോസ്റ്റ്. അതിൽ ഫസ്റ്റ് വൺ ചോദിക്കും വാട്ട് ഈസ് ഫിക്സഡ് കോസ്റ്റ്. നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോസ് കോസ്റ്റ് വിച്ച് ഡു നോട്ട് ചേഞ്ച് വിത്ത് ചേഞ്ചസ് ഇൻ ദ വോളിയം ഓഫ് പ്രൊഡക്ഷൻ. ഒരു ബിസിനസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രൊഡക്ഷൻ്റെ വോളിയം നമുക്ക് എത്രത്തോളം വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. പക്ഷേ ആ ഒരു ചേഞ്ചിനനുസരിച്ച് മാറാത്ത കോസ്റ്റിനെയാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ്റെ ലെവൽ നമുക്ക് ഇൻക്രീസ് ആവാം അല്ലെങ്കിൽ ഡിക്രീസ് ആവാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഫിക്സഡ് കോസ്റ്റ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, മാറ്റം വരുന്നില്ല. ഇറ്റ് വിൽ റിമെയിൻ ഫിക്സഡ് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഈ ഫിക്സഡ് കോസ്റ്റ് ചേഞ്ച് വരും. എപ്പോൾ മാത്രമാണ്? സമയത്തിനനുസരിച്ച് മാത്രമാണ് അതിൽ ചേഞ്ച് വരുന്നുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. എടുത്തു പറയേണ്ടത് സമയത്തിനനുസരിച്ച് ചേഞ്ച് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഫിക്സഡ് കോസ്റ്റിന് എക്സാമ്പിളായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർമനൻറ്റ് സ്റ്റാഫിൻ്റെ വേജ്, സാലറി, അതുപോലെ റെൻറ്റ്, റേറ്റുകൾ, ഇൻഷുറൻസ്, മുനിസിപ്പൽ ടാക്സ്, ഡിപ്രീസിയേഷൻ, ഇതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഒരു പെർമനൻറ്റ് സ്റ്റാഫിൻ്റെ സാലറി എന്ന് പറയുന്നത് എങ്ങനെയാണ്, നമുക്ക് ഒരു വർഷം കൊടുക്കുന്നത് ഫിക്സഡ് ആയിരിക്കും. നെക്സ്റ്റ് ഇയറിലും വേണമെങ്കിൽ ചിലപ്പോൾ അതേ സാലറി തന്നെ ആയിരിക്കും കൊടുക്കുക. പക്ഷേ എല്ലാ കാലത്തും നമുക്ക് ഒരിക്കലും ഇതേ സാലറി കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ടൈമിൻ്റെ ബേസിസിൽ മാത്രമാണ് അതിൽ മാറ്റം കാണിക്കുന്നതെന്ന് പറയാനുള്ള കാരണം. ടൈമിൻ്റെ ബേസിസിൽ എന്ന് പറയുമ്പം വർഷങ്ങൾ കഴിയുമ്പം തീർച്ചയായിട്ടും ഏതിന് മാറ്റങ്ങൾ വരും? ഫിക്സഡ് കോസ്റ്റിന് മാറ്റങ്ങൾ വരും. അല്ലാണ്ട് പ്രൊഡക്ഷനിൽ ചേഞ്ച് വരുന്നത് കൊണ്ട് ഒരിക്കലും എന്തുണ്ടാവുന്നില്ല, ഫിക്സഡ് കോസ്റ്റിൽ മാറ്റം വരില്ല. നമുക്ക് ഈ വർഷം 10,000 യൂണിറ്റ് ഉണ്ടാക്കാം, അടുത്ത വർഷം 20,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാം. പക്ഷേ എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിലും അതിൽ ആ സമയത്ത് കോസ്റ്റ് ഫിക്സഡ് ആയി നിൽക്കുന്ന അതിനെയാണ് എന്ത് പറയുന്നത്? ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇത് എപ്പോഴും എന്താണ്, ഷോർട്ട് പീരീഡിലേക്കാണ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അതേപോലെ ഒരു സർട്ടൺ ലെവൽ ഓഫ് ആക്ടിവിറ്റി വരെ മാത്രമേ ഈ കോസ്റ്റും ഫിക്സഡ് ആയി നിൽക്കുന്നുള്ളൂ. ഓക്കെ, ഒരു ഷോർട്ട് പീരീഡിലേക്ക് മാത്രമായിരിക്കും അത് ഫിക്സഡ് ആയിട്ട് നിൽക്കുന്നുണ്ടാവുക. വർഷങ്ങൾ കഴിയുന്നതോറും ലോങ് റണ്ണിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും അത് ചേഞ്ച് വരും എന്നുള്ളതാണ് പറയുന്നത്. അന്നേരം അത് വോളിയം ഔട്ട്പുട്ടിൻ്റെ ചേഞ്ചിനനുസരിച്ചൊക്കെ അവിടെ മാറ്റങ്ങൾ വരും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത്, അതിൽ ഈ ചിത്രം ഒന്നും വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഫിക്സഡ് കോസ്റ്റ് എന്താണെന്ന് എഴുതിയാൽ മതി. ഇനി അടുത്തത് വരുന്ന ക്ലാസിഫിക്കേഷനാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. വേരിയബിൾ കോസ്റ്റ് പേര് തന്നെ ഉണ്ട്, അത് വാരി ചെയ്തുകൊണ്ടിരിക്കും. അതായത് അത് മാറിക്കൊണ്ടിരിക്കുന്ന കോസ്റ്റാണ്. എത്രത്തോളം വോളിയം ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ വോളിയം ഓഫ് ഔട്ട്പുട്ടിൽ ചേഞ്ച് വരുന്നുണ്ടോ അത്രത്തോളം മാറ്റം ഇവിടെയും വരും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 10,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് വരുന്ന ചിലവ് 8,000 രൂപ, അല്ല ഒരു 5,000 രൂപയാണ് അല്ലെങ്കിൽ 8,000 രൂപയാണെന്ന് വിചാരിക്കുക. ആ 10,000 പ്രൊഡ്യൂസ് ചെയ്യുന്നിടത്ത് ഞാനത് 20,000 ആയിട്ട് കൂട്ടുന്ന സമയത്ത്
ആ 20,000-ലേക്ക് വരുമ്പം അതിൽ 8,000 രൂപയ്ക്ക് നടന്നുപോയ കാര്യമായിരിക്കാം ചിലപ്പോൾ അത് 10,000 12,000 രൂപയായിട്ട് മാറിയിട്ടുണ്ടാവും കോസ്റ്റ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ വ്യത്യാസം എന്താണ്? വോളിയം ഓഫ് പ്രൊഡക്ഷൻ അനുസരിച്ച് മാറ്റം വരുന്ന കോസ്റ്റാണ് വേരിയബിൾ. പക്ഷേ ഇവിടെയോ വോളിയം ഓഫ് പ്രൊഡക്ഷൻ എന്ത് തന്നെ ആണെങ്കിലും മാറ്റം വരാതെ പോകുന്ന കോസ്റ്റുകളെയാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതങ്ങനെ കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. ഇൻപുട്ട് ഇൻക്രീസ് ചെയ്യുമ്പം ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും, അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് തന്നെ ഇൻക്രീസ് ചെയ്യും. കുറയുമ്പം ആ കോസ്റ്റും കുറയും പ്രൊപ്പോർഷനേറ്റ് ആയിട്ട്. പക്ഷേ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എപ്പോഴും ഫിക്സഡ് ആയിരിക്കുന്നതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ പറഞ്ഞ വേറൊരു പേരാണ് പ്രോഡക്റ്റ് കോസ്റ്റ് എന്നും പറയാം. അപ്പോൾ ഇത്ര മാത്രമാണ്. വേരിയബിൾ കോസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ എഴുതേണ്ടത് ഞാൻ ഈ അടയാളപ്പെടുത്തിയ പോയിന്റുകൾ എഴുതുക. എസ് എ ആയി ചോദിക്കുന്ന സമയത്തും ഈ പോയിന്റുകൾ നോട്ട് ചെയ്യാം. ഓക്കെ. മൂന്നാമത്തെ കോസ്റ്റ് ആണ് സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പേരിൽ തന്നെ ഉണ്ട്, കുറച്ച് പോർഷൻ വേരി ചെയ്യും, കുറച്ച് പോർഷൻ ഫിക്സഡ് ആയിരിക്കും. ഓക്കെ. കോസ്റ്റ് ആർ പാർട്ട്ലി ഫിക്സഡ് ആൻഡ് പാർട്ട്ലി വേരിയബിൾ, അതാണ് സെമി വേരിയബിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ടെലിഫോൺ ചാർജസ്, പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ ടെലിഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് ഫിക്സഡ് ആയിട്ട് കൊടുക്കേണ്ട കുറച്ച് ചാർജുകളുണ്ട്. അതും കഴിഞ്ഞ് ബാലൻസ് ആയിരിക്കും നമ്മുടെ വിളികൾക്ക് കൊടുക്കേണ്ട ചാർജ് എന്ന് പറയുന്നത്. അതേപോലെ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസിന് വേണ്ടി ഫിക്സഡ് ആയിട്ട് കുറച്ച് ചാർജ് എന്തായാലും വരും. പിന്നെ അഡീഷണൽ ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളും ഉണ്ടായിരിക്കും. പവർ ചാർജ്, ഇലക്ട്രിസിറ്റിയും അങ്ങനെയാണ്. ഡിപ്രീസിയേഷനും സൂപ്പർവിഷൻ കോസ്റ്റ് ഒക്കെ അങ്ങനെയാണ് വരുന്നത്. ഫിക്സഡ് ആയിട്ട് നമ്മൾ എന്തായാലും ഒരു എമൗണ്ട് കൊടുക്കണം, അല്ലാതെ പിന്നെ മാറുന്നതിനനുസരിച്ചുള്ളതും കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ എക്സാമ്പിളും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക, അപ്പോൾ നമുക്ക് എഴുതാൻ ഒന്നും കൂടി കിട്ടും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ രണ്ട് കാര്യങ്ങളും മിക്സ് ആയതുകൊണ്ട് തന്നെ മിക്സഡ് കോസ്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ സെമി ഫിക്സഡ് കോസ്റ്റ് എന്നും പറയാറുണ്ട്. അപ്പോൾ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ നമ്മുടെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബിഹേവിയർ അല്ലെങ്കിൽ വേരിയബിലിറ്റി, കണ്ടോ, വേരിയേഷൻ ആണ് കാണിക്കുന്നത്. ആദ്യത്തേത് വേരി ചെയ്യില്ല, രണ്ടാമത്തെ വേരി ചെയ്യും, മൂന്നാമത്തേത് പകുതി വേരി ചെയ്യും, പകുതി ഫിക്സഡ് ആയിരിക്കും. അപ്പോൾ വേരിയബിലിറ്റിയുടെ ബേസിസിലുള്ള 3 ക്ലാസിഫിക്കേഷൻ ഇനി ആരും മറക്കരുത്: ഫിക്സഡ്, വേരിയബിൾ, സെമി വേരിയബിൾ. ഇനി അടുത്ത ക്ലാസിഫിക്കേഷനിലേക്ക് പോവുകയാണ്. ക്ലാസിഫിക്കേഷൻ ബൈ അസോസിയേഷൻ വിത്ത് ടൈം ആൻഡ് പീരീഡ്, സമയം അല്ലെങ്കിൽ കാലയളവിനെ ബേസ് ചെയ്തുകൊണ്ട് വരുന്ന കോസ്റ്റുകളാണ് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും വരുന്ന കോസ്റ്റുകൾ എന്ന് പറയുന്നത് ആദ്യത്തത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ കോസ്റ്റിനെയാണ് എന്ത് പറയുന്നത്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയാം. അത്രയും ഓർത്ത് വയ്ക്കാം. ഹിസ്റ്ററി എന്ന് പറയുന്നത് ചരിത്രമാണ്. ചരിത്രം പറഞ്ഞാൽ എന്താ, കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. അപ്പം നമുക്കൊരു സംഭവം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിന് വേണ്ടി വന്ന കോസ്റ്റിനെ തന്നെയാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇൻകേർഡ് ആഫ്റ്റർ ദി ഈവൻറ്റ് ടേക്ക് പ്ലേസ്, ആ ഒരു സംഭവം, ആ ഒരു ഈവൻറ്റ് ഉണ്ടായതിനു ശേഷം ഉണ്ടാവുന്ന കോസ്റ്റിനെയാണ് എന്ത് പറയുന്നത്, അല്ലെങ്കിൽ ആക്ച്വൽ കോസ്റ്റ് ആണെന്ന് മാത്രം മനസ്സിലാക്കി വെക്കുക. പ്രൊഡക്റ്റ് കോസ്റ്റ് ആണ് അടുത്തത്. പ്രൊഡക്റ്റ് കോസ്റ്റ് എന്താ, നമ്മളിവിടെ പറഞ്ഞല്ലോ. പ്രൊഡക്റ്റ് കോസ്റ്റ് എന്താ, സെമി വേരിയബിൾ കോസ്റ്റിന് വേറൊരു പേരല്ലേ പ്രൊഡക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് രണ്ടാമത്തെ കോസ്റ്റ് ആയിട്ട് പറയുന്നത്. കാരണം ഈ കോസ്റ്റ് ഡയറക്റ്റ്ലി അസോസിയേറ്റഡ് വിത്ത് ദ പ്രൊഡക്റ്റുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് അപ്പോൾ ഈ പേര് തന്നെ നമുക്ക് എഴുതാൻ കിട്ടും. പ്രൊഡക്റ്റുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് വരുന്ന കോസ്റ്റുകളാണ് പ്രൊഡക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. കാരണം മേക്കിംഗ് ഓർ ഫിനിഷ്ഡ് പ്രോഡക്റ്റ്, ഇത് ഉണ്ടാക്കിയെടുക്കാനോ അത് ഫിനിഷ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്ന കോസ്റ്റുകളായിരിക്കും. ഓക്കെ. പീരീഡ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ വർഷവും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് 1 ഇയറിലേക്കാണ്, അല്ലേ? അപ്പോൾ ആ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ നടന്ന എല്ലാ ചെലവുകളെയാണ് പീരീഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഈ കോസ്റ്റ് ചാർജ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു എക്സ്പെൻസ് ആയിട്ടായിരിക്കും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുന്നത്. വിച്ച് ദേ ആർ ഇൻകേർഡ്, ആ ഒരു വർഷത്തിലുണ്ടായ ചെലവുകളാണ് ആ പീരീഡിനുള്ളിൽ, ആ കാലയളവിനുള്ളിൽ. അത് അവിടെ നമ്മളിങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ അത് ടൈമിൻ്റെ ബേസിസിൽ പറയുന്നുണ്ട്. ആ ഒരു 1 ഇയർ ആണല്ലോ അതിൻ്റെ കാലയളവ് എന്ന് പറയുന്നത്. അപ്പോൾ ആ 1 ഇയറിൻ്റെ ഉള്ളിൽ ഇൻകർ ചെയ്തത്, 1 ഇയറിൽ നമ്മൾ എന്തൊക്കെ കൊടുക്കും, റെൻറ്റ് കൊടുക്കും, സാലറി കൊടുക്കും, ഇൻഷുറൻസ് കൊടുക്കും, ഡിപ്രീസിയേഷൻ ഉണ്ടായിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ പീരീഡിൽ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചുരുക്കി പറഞ്ഞാൽ കോസ്റ്റ് ഇൻകേർഡ് ഇൻ ദ പീരീഡ്, ആ ഒരു കാലയളവിൽ ഉണ്ടായ കോസ്റ്റിനെയാണ് പീരീഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. നാലാമത്തെ കോസ്റ്റാണ് പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റ്. അപ്പം നമുക്ക് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനിൽ സമയത്തിനെ ബേസ് ചെയ്തിട്ടും പീരീഡിനെ ബേസ് ചെയ്തിട്ടോ പറഞ്ഞില്ലേ. ആദ്യത്തെ ഹിസ്റ്റോറിക്കൽ, രണ്ടാമത്തത് പ്രോഡക്റ്റ്, മൂന്നാമത്തെ പീരീഡ്, നാലാമത്തെ പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻകൂട്ടിയിട്ട് ഡിറ്റർമിൻ ചെയ്യുന്ന കോസ്റ്റാണ്. അതിനെ കമ്പ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെ, അഡ്വാൻസ് ഓഫ് പ്രൊഡക്ഷൻ. നമുക്ക് അടുത്ത വർഷം ഇത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പം അതിൽ ഇത്ര രൂപ ഉണ്ടായിരിക്കുന്നു മുൻകൂട്ടി തന്നെ ഫിക്സ് ചെയ്യുക, അതിനാണ് പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനിൽ വരുന്ന കാര്യങ്ങൾ. മൂന്നാമത്തെ, അപ്പോൾ ആദ്യത്തെ വേരിയബിലിറ്റിയുടെ ബേസിൽ, രണ്ടാമത്തെ ടൈം ആൻഡ് പീരീഡിൻ്റെ ബേസിൽ, മൂന്നാമത്തത് മാനേജീരിയൽ ഡിസിഷൻ്റെ ബേസിൽ വരുന്നതാണ്. അതിൽ കുറച്ച് കോസ്റ്റുകൾ ഇമ്പോർട്ടൻറ്റ് കോസ്റ്റുകളാണ്. അത് 3 മാർക്കിനും ചോദിക്കാം.
അല്ലെങ്കിൽ ഇത് മാത്രം 6 മാർക്കിന് ഒരു ക്വസ്റ്റൻ ആയിട്ടൊക്കെ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. എസ്സേ ചോദിക്കുമ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ നോട്ട് ചെയ്തോളൂ കേട്ടോ, എന്നാൽ മാത്രമേ മാർക്ക് ഉണ്ടാവുള്ളൂ. ഞാൻ എപ്പോഴും പറയുന്നു, എസ്സേ എഴുതുമ്പോൾ ഹെഡിങ് കൊടുക്കുക, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ ഓരോ പോയിന്റ് എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, കാരണം അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ പേപ്പർ നോക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും തോന്നുന്നത് എന്താ വെച്ചാൽ അതിനെക്കുറിച്ച് അറിവുള്ള ഒരാളാണെന്ന് ഫസ്റ്റിലെ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാരണം അത് കൃത്യമായിട്ട് വരച്ച ഒരാൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാനും പറ്റുമെന്നുള്ളൊരു അസംഷനാണ് അവിടെ വരുന്നത്. ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് മാനേജീരിയൽ ഡെസിഷൻ. മാനേജീരിയൽ ഡെസിഷൻ എടുക്കുന്നതിൻ്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ഇവിടെ പറയുന്നത്. അതിനാണ് ഫസ്റ്റ് സങ്ക് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്തോളുക, നല്ലോണം പഠിച്ചോളുക. സങ്ക് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആണ്, അല്ലെങ്കിൽ പാസ്റ്റ് കോസ്റ്റ് തന്നെയാണ്. നമ്മൾ ഓൾറെഡി ഇപ്പോൾ അവിടെ പഠിച്ചില്ലേ, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇൻകർ ചെയ്ത് കഴിഞ്ഞു, നടന്നു കഴിഞ്ഞു, ആ കോസ്റ്റാണ് സങ്ക് കോസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഈ സങ്ക് കോസ്റ്റിൻ്റെ പ്രത്യേകത എന്താ അറിയോ, ഈ കോസ്റ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് റിവേഴ്സ് ചെയ്യാനോ റിവൈസ് ചെയ്യാനോ ഫ്യൂച്ചറിൽ പറ്റില്ല. കാരണം ഇപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു 5 ലക്ഷം രൂപയുടെ മെഷീനറി വാങ്ങി, അത് വാങ്ങാൻ വന്ന കോസ്റ്റ് സങ്ക് കോസ്റ്റാണ്. ആക്ച്വലി അത് പർച്ചേസ് നടന്നു അവിടെ. അപ്പോൾ അത് ഇനി ഒരിക്കലും തിരിച്ച് നമുക്ക് ആ കോസ്റ്റിനെ റിവേഴ്സ് ചെയ്യാനോ ആ തീരുമാനം മാറ്റാനോ ഒന്നും അവിടെ പറ്റില്ല. അത്തരത്തിലുള്ള കോസ്റ്റുകളെയാണ് സങ്ക് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദീസ് ആർ ദ കോസ്റ്റ് വിച്ച് ഹാവ് ഓൾറെഡി ബീൻ ഇൻകേർഡ്. ഓൾറെഡി ഇൻകർ ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ബീൻ ഇൻകേർഡ് ആസ് എ റിസൾട്ട് ഓഫ് ഡിസിഷൻ മെയ്ഡ് ഇൻ ദ പാസ്റ്റ്. നമ്മൾ മുന്നേ ഒരു തീരുമാനം എടുത്തതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഓൾറെഡി നടന്നു കഴിഞ്ഞ കോസ്റ്റിനെയാണ് സങ്ക് കോസ്റ്റ് എന്ന് പറയുന്നത്. അതിനെ ഒരിക്കലും റിവേഴ്സ് ചെയ്യാനോ റിവൈസ് ചെയ്യാനോ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇനി അടുത്തതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഒക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഡിസിഷൻ മേക്കിംഗ്, ഇതെല്ലാം ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് എടുക്കുന്ന വരുന്ന കോസ്റ്റുകളാണ് കേട്ടോ, അത് ആദ്യം മനസ്സിലാക്കാം. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താ, നമ്മളൊരു ചോയ്സ് ഒരു ഓൾട്ടർനേറ്റീവിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് മാത്രം സെലക്ട് ചെയ്യേണ്ടി വരുമ്പം ബാക്കിയുള്ള ഓൾട്ടർനേറ്റീവ്സ് ഒക്കെ നമുക്ക് ഫോർഗോൺ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അത് ഒഴിവാക്കേണ്ടി വരും അല്ലേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഏതിനെയാണോ നമ്മൾ ഒഴിവാക്കുന്നത് അതുവഴി ഉണ്ടാവുന്ന ആ ഒരു കോസ്റ്റിനാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് എ ബെനിഫിറ്റ് സാക്രിഫൈസ്ഡ് ഇൻ ഫേവർ ഓഫ് ആൻ ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ മുന്നത്തെ വീഡിയോസിൽ ഇത് കൃത്യമായിട്ട് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുമ്പിൽ 3 ഡിസിഷൻ ഉണ്ടെന്ന് വിചാരിക്കാം, അതിലത്തെ ഒന്ന് മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന് സെലക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബാക്കി 2 നമ്മൾ എന്താണ് വിട്ടുകളയണം. അങ്ങനെ വിട്ടുകളയുന്നതിൻ്റെ കോസ്റ്റിനെയാണ് എന്ത് പറയുന്നത്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അതാണ് സാക്രിഫൈസ്ഡ് ഇൻ ഫേവർ ഓഫ് ഓൾട്ടർനേറ്റീവ് കോഴ്സ്. ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് മറ്റതിനെ നമ്മൾ അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റും കൂടി അവിടെ സാക്രിഫൈസ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ ഇതിനെ പറഞ്ഞ പേരാണ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫോർഗോൺ എന്ന് പറയുന്നുണ്ട്. കാരണം വിട്ടുകളയുന്ന ഒന്നിനും ഒരു ബെനിഫിറ്റ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു ബെനിഫിറ്റ് നമ്മൾ ഈ ഒരു ഡിസിഷൻ എടുക്കുന്നതുകൊണ്ട് ഇല്ലാതെ ആവുകയാണ്. അതിനെയാണ് നമ്മളെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർത്ത് വെച്ചോ. ഇഫ് ആൻ ഓൺഡ് ബിൽഡിംഗ് ഈസ് പ്രപ്പോസ് ടു ബി യൂസ്ഡ് ഫോർ എ ന്യൂ പ്രോജക്റ്റ്. നമ്മുടെ കയ്യിലൊരു സ്വന്തം ബിൽഡിംഗ് ഉണ്ട്, നമ്മുടെ പുതിയ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യണത്. ലൈക്ലി റെന്റ് ഓഫ് ദ ബിൽഡിംഗ് ഇഫ് ഇറ്റ് ഈസ് റെന്റഡ് ഔട്ട് ഓഫ് ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. 2 കാര്യങ്ങൾ ചെയ്യാം. ഒന്നിൽ നമുക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇത് വാടകയ്ക്ക് കൊടുക്കാം. സ്വന്തമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് എന്താണ്, ഈ വാടക എന്ന് പറയുന്ന ഒരു ബെനിഫിറ്റ് ആണ്. ആ നഷ്ടപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതിനാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഡിഫറൻഷ്യൽ കോസ്റ്റ് പറയുന്നുണ്ട്. ഡിഫറൻഷ്യൽ കോസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻസ് ഇൻ ടോട്ടൽ കോസ്റ്റ് ബിറ്റ്വീൻ 2 ഓൾട്ടർനേറ്റീവ് ഈസ് കോൾഡ് ഡിഫറൻഷ്യൽ കോസ്റ്റ്. അപ്പോൾ 2 ഓൾട്ടർനേറ്റീവ് നമ്മുടെ മുമ്പിലുണ്ട്. ആ 2 ഓൾട്ടർനേറ്റീവിനും പലതരത്തിലുള്ള കോസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അവ തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ടാവില്ലേ, അതിനെയാണ് ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അത് പഠിക്കേണ്ടത് ഇവിടെയും കൂടിയാണ്. ഇഫ് ഡെസിഷൻ റിസൾട്ട്സ് ഇൻക്രീസ്, അതായത് നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കുകയാണ്. നമുക്ക് ഭാവിയിൽ പ്രൊഡക്ഷൻ ഇത്ര കൂട്ടണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ തീരുമാനം എടുക്കും. അപ്പോൾ തീരുമാനം എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ കോസ്റ്റ് വർദ്ധിക്കാനുള്ള സാധ്യത ഉണ്ട്. കോസ്റ്റ് വർദ്ധിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഡിഫറൻഷ്യൽ കോസ്റ്റിനാണ് ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കോസ്റ്റ് കുറയ്ക്കാൻ നോക്കും. അങ്ങനെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോസ്റ്റ് കുറയുകയാണെങ്കിൽ അതിനെ എന്ത് പറയുന്നത്, ഡിക്രിമെൻ്റൽ കോസ്റ്റ് എന്ന് പറയുന്നു. അപ്പോൾ ഇൻക്രിമെൻ്റൽ കോസ്റ്റും ഡിക്രിമെൻ്റൽ കോസ്റ്റും ഡിഫറൻഷ്യൽ കോസ്റ്റിൻ്റെ ഭാഗമാണ്. ഡിഫറൻഷ്യൽ കോസ്റ്റ് പറഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് എന്താണോ വരുന്നത്, അതായത് 2 ഓൾട്ടർനേറ്റീവ്സിൻ്റെ 2 ഓൾട്ടർനേറ്റീവുകൾ എടുക്കുന്നതിൻ്റെ ഇടയിലുള്ള ആ കോസ്റ്റിൻ്റെ ടോട്ടലിനെയാണ്. അപ്പോൾ ഒന്നാമത്തെ ഓൾട്ടർനേറ്റീവിൽ എടുക്കുകയാണെന്ന് വെച്ചാൽ 10,000 രൂപയാണ് കോസ്റ്റ് വിചാരിക്കുക. രണ്ടാമത്തെ ഓൾട്ടർനേറ്റീവ് എടുക്കുകയാണെങ്കിൽ 20,000 രൂപ കോസ്റ്റ് വിചാരിക്കുക. ഈ 10,000 20,000 തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, 10,000 ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസിനെ തന്നെയാണ് ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ടോട്ടൽ കോസ്റ്റിൽ വരുന്ന ഡിഫറൻസിനെയാണ്
ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഡിസിഷൻ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പം ഈ കോസ്റ്റ് കൂടുകയാണെങ്കിൽ അത് ഇൻക്രിമെൻ്റൽ കോസ്റ്റ് ആണ്. ഡിസിഷൻ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ കോസ്റ്റ് കുറയാം, അതിനെയാണ് ഡിക്രിമെൻ്റൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഇംപ്യൂട്ടഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ആദ്യമേ പറയുന്നുണ്ട്, നമ്മുടെ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ഡിസിഷൻ മേക്കിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന ക്ലാസിഫിക്കേഷൻ ആണ് കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ഓർമ്മയിൽ നിന്ന് വിട്ടു പോകരുത്. അപ്പോൾ ഇതെല്ലാം ഡിസിഷൻ്റെ ഭാഗമായിട്ടാണ് സങ്ക് കോസ്റ്റും ഓപ്പർച്യൂണിറ്റി കോസ്റ്റും ഡിഫറൻഷ്യൽ കോസ്റ്റും ഒക്കെ വരുന്നത്. നാലാമത്തെ ഇംപ്യൂട്ടഡ് കോസ്റ്റ് ആണ്. ഇംപ്യൂട്ടഡ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത് ഒരു ഹൈപ്പോത്തറ്റിക്കൽ അല്ലെങ്കിൽ നോഷണൽ കോസ്റ്റ് എന്ന് പറയും. ഇത് ആക്ച്വലി സംഭവിച്ചിട്ടൊന്നുമില്ല ഈ കോസ്റ്റ്. പക്ഷെ നമ്മൾ തീരുമാനിച്ചിങ്ങനെ വെച്ചിരിക്കുക, ഭാവിയിൽ നമുക്ക് ഇത്ര രൂപ ചെലവ് വരും എന്ന് ഇപ്പോഴേ നമ്മൾ കണക്കാക്കി വെക്കുന്നതാണ്. ആക്ച്വലി ഈ ചെലവ് നടന്നിട്ടില്ല, പക്ഷെ മുൻകൂട്ടി നമ്മൾ കണക്കാക്കി വെക്കുന്ന ചെലവിനെയാണ് ഇംപ്യൂട്ടഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ദീസ് ആർ കമ്പ്യൂട്ടഡ് ഫോർ ഡിസിഷൻ മേക്കിംഗ് പർപ്പസസ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഭാവിയിൽ എന്തെങ്കിലും പ്രൊജക്റ്റിൻ്റെ ഒരു എസ്റ്റിമേഷനൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മൾ ഇന്നതിന് ഇത്ര രൂപ ഇത്ര രൂപ എന്ന് എഴുതി വെച്ചിട്ടാണല്ലോ അത് എസ്റ്റിമേറ്റ് ചെയ്യുക. അപ്പോൾ ആക്ച്വലി ഇപ്പോൾ അതിൻ്റെ കോസ്റ്റ് എത്ര വന്നോ എന്നുള്ളത് എപ്പം മാത്രമേ അറിയുള്ളൂ, അത് സംഭവിക്കുമ്പോൾ മാത്രമേ അറിയുള്ളൂ. പക്ഷെ സംഭവിക്കുന്ന മുന്നേ തന്നെ നമ്മൾ ഏകദേശം എന്ത് ചെയ്യും, കാൽക്കുലേറ്റ് ചെയ്ത് വെക്കൂ അല്ലേ? അതിനാണ് ഇംപ്യൂട്ടഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ്? ഈ കോസ്റ്റ് ഒരിക്കലും ആക്ച്വലി ഇൻകർ ചെയ്തിട്ടില്ല, നടന്നിട്ടില്ല ഈ കോസ്റ്റ്. ദീസ് ആർ എക്സ്പെൻസ് വിച്ച് ആൻ ഓൺടർപ്രണർ പേയ്സ് ടു ഹിംസെൽഫ്. അല്ലെങ്കിൽ ഓൺടർപ്രണർ സ്വയം തന്നെ അവർ കണക്കാക്കി വെക്കുന്ന, ഇതൊരിക്കലും ബുക്സ് ഓഫ് റെക്കോർഡ്സിലൊന്നും എഴുതി വെക്കുന്നതും അല്ല. കാരണം നടക്കാത്തൊരു കാര്യമല്ലേ, നടന്നു കഴിഞ്ഞാൽ മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ. അപ്പോൾ മുൻകൂട്ടി നമ്മൾ കണക്കാക്കുന്ന ആ കോസ്റ്റിനെ തന്നെയാണ് ഇംപ്യൂട്ടഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അത് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു കോസ്റ്റാണ്. അടുത്തത് ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് ആണ്. ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഔട്ട് ഓഫ് പോക്കറ്റിൽ നിന്ന് പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ അടുത്ത് എന്താ? ക്യാഷ് പുറത്തോട്ട് പോകുന്ന തരത്തിലുള്ള ചെലവുകൾ. ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് വിച്ച് ഇൻവോൾവ് ക്യാഷ് ഔട്ട്ഫ്ലോ ഇമ്മീഡിയറ്റ്ലി. ഒന്നില്ലെങ്കിൽ ഡിസിഷൻ എടുത്ത ഉടനെ തന്നെ നമുക്ക് പൈസ ചിലവ് വരുന്ന കാര്യങ്ങളിലേക്ക് പോവുക, അല്ലെങ്കിൽ ഫ്യൂച്ചറിലെങ്കിലും പോവുക. കാരണം മെറ്റീരിയൽ വാങ്ങണം, ലേബർ വാങ്ങണം, റിപ്പയർ കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പോക്കറ്റിൽ നിന്ന് പൈസ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെയാണ് ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് ഷട്ട് ഡൗൺ കോസ്റ്റ് ആണ്. ഷട്ട് ഡൗൺ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും മെഷീനറിക്ക് കേടുപാടുകളൊക്കെ സംഭവിക്കുമ്പോൾ നമ്മുടെ പ്രൊഡക്ഷനൊക്കെ അവിടെ നിർത്തി വെക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് തൽക്കാലത്തേക്കെങ്കിലും ബിസിനസ്സിൻ്റെ ആ ഒരു ഫങ്ഷനിങ് അവിടെ നിർത്തി വെക്കേണ്ടി വരുമ്പോഴും ഈ കോസ്റ്റുകൾ നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അതായത് ഫിക്സഡ് കോസ്റ്റുകൾ. നേരത്തെ പറഞ്ഞല്ലോ, പ്രൊഡക്ഷൻ കൂടിയാലും കുറഞ്ഞാലും ഇല്ലെങ്കിലും ഒക്കെ ഈ ഫിക്സഡ് കോസ്റ്റ് കൊടുക്കണം. അതിനെ തന്നെയാണ് ഷട്ട് ഡൗൺ കോസ്റ്റ് എന്ന് പറയുന്നത്. ഷട്ട് ഡൗൺ കോസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഇൻകേർഡ് ഈവൺ ഇഫ് ദ പ്ലാന്റ് ഈസ് ക്ലോസ്ഡ് ഡൗൺ ടെമ്പററിലി. ചിലപ്പോൾ നമ്മളുടെ ബിസിനസ് യൂണിറ്റ് താൽക്കാലികമായിട്ട് അടച്ചു പൂട്ടിയിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ്? ചിലപ്പോൾ റോ മെറ്റീരിയൽ കിട്ടാനുണ്ടാവില്ല, നമ്മുടെ പ്രൊഡക്ഷൻ തൽക്കാലം സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ വേണ്ട പണിക്കാരെ കിട്ടാനായിട്ട് കുറച്ച് ദിവസത്തേക്ക് അടച്ചു പൂട്ടേണ്ടി വരും. അങ്ങനെ അല്ലെങ്കിൽ ഡിമാൻഡ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ദിവസം നിർത്തി വെക്കേണ്ടി വരും. അങ്ങനത്തെ കാരണം കൊണ്ട് കുറച്ച് ദിവസത്തേക്ക് ബിസിനസ് നിർത്തി വെക്കുമ്പോഴും നമ്മൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ള കോസ്റ്റുകൾ, ഇൻകർ ചെയ്യുന്ന കോസ്റ്റുകളെയാണ് ഷട്ട് ഡൗൺ കോസ്റ്റ് എന്ന് പറയുന്നത്. സ്ഥാപനം അടച്ചു പൂട്ടി പണിയൊന്നും ഇല്ലെങ്കിലും നമ്മൾ ഒരു വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കണമെങ്കിൽ റെന്റ് കൊടുക്കണം, വേണമല്ലോ. അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. പ്ലാന്റ് ആൻഡ് മെഷീനൊക്കെ അങ്ങനെ ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ കേടുവരില്ലേ? അപ്പോൾ അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടി വരും. അപ്പോൾ അടച്ചു പൂട്ടുന്നതിൻ്റെ അടച്ച് ഷോർട്ട് പീരീഡിലേക്ക് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അടച്ചിട്ടാലും നമുക്ക് കൊടുക്കേണ്ട കോസ്റ്റ് ഫിക്സഡ് ആണെങ്കിൽ അതിനെയാണ് ഷട്ട് ഡൗൺ കോസ്റ്റ് എന്ന് പറയുന്നത്. മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മാർജിനൽ എന്ന പേര് നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി ഒക്കെ പഠിച്ചു കഴിഞ്ഞാണ്. മാർജിനൽ എന്ന് പറഞ്ഞാൽ എന്താ? അഡീഷണൽ ആണ് അല്ലെങ്കിൽ എക്സ്ട്രാ ആണ്. അപ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അഡീഷണൽ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ആൻ അഡീഷണൽ യൂണിറ്റ്. അപ്പോൾ 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 50,000 രൂപയാവുമെന്ന് വിചാരിക്കുക. ഇനി അത് 101 യൂണിറ്റ് ആകുമ്പോൾ ആ ഒരു യൂണിറ്റ് അഡീഷണൽ ആയിട്ട് നമുക്ക് അവിടെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 50,000 രൂപ, 101 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്രയാണെന്ന് നമുക്ക് കണക്കാക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ എക്സ്ട്രാ ഉണ്ടാവുന്ന ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് എന്താണോ ചിലവ് വരുന്നത് അതിനെയാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് അഡീഷണൽ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ആൻ അഡീഷണൽ യൂണിറ്റ്. ഒരു അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന അഡീഷണൽ കോസ്റ്റിനാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ലാസ്റ്റ് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട കോസ്റ്റ് എന്ന് പറയാം. അത് അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ചേഞ്ചസ് വെൻ ദർ ഈസ് എ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ബൈ 1 യൂണിറ്റ്. ഒരു യൂണിറ്റ് അധികം ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ടി വരുമ്പോൾ നമുക്ക് കൊടുക്കുന്ന കോസ്റ്റിനെയാണ് മാർജിനൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ഇവിടെ വരുന്നുണ്ട്. 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 5,000 ആണ്. ഞാൻ ഉദ്ദേശിച്ച 100 യൂണിറ്റ് 50,000 ആണ്. 101ാമത്തെ ഒരു യൂണിറ്റ് വരണമെങ്കിൽ 5040. അപ്പോൾ ഈ ഒരു 40 രൂപയാണ് ഇവിടെ വരുന്ന അഡീഷണൽ ആയിട്ട് വരുന്നത് ഒരു യൂണിറ്റിന് വേണ്ടി വരുന്നത്.
അപ്പോൾ അതിനെയാണ് മാർജിനൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി മറ്റുള്ള ടൈപ്പ് ഓഫ് കോസ്റ്റുകളെയും കൂടി ഒന്ന് വേഗം പറഞ്ഞു പോവാം. ഇതിൽ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്, ഇംപ്ലിസിറ്റ് കോസ്റ്റ്. ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇതിൽ ഇത് ഇംപ്യൂട്ടഡ് കോസ്റ്റ് തന്നെയാണ്. ഇംപ്യൂട്ടഡ് കോസ്റ്റ് പറഞ്ഞാൽ എന്താ, നമ്മൾ മുൻകൂട്ടിയിട്ട് കണക്കാക്കി വെക്കുന്നത്, ആക്ച്വലി അത് സംഭവിച്ചിട്ടില്ല. അതാണ് ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് കോസ്റ്റ് ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട്. എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ പേ ചെയ്തത് നടന്നു കഴിഞ്ഞു, ആ ഒരു ചിലവ് അവിടെ വന്നിട്ടുണ്ട്, അത് നമുക്ക് കാണാൻ കഴിയും. ബുക്സ് ഓഫ് റെക്കോർഡ്സ് ഉണ്ടാവും, പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും, പേയ്മെൻ്റ് എല്ലാം ഔട്ട്സൈഡേഴ്സിന് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ നടന്നു കഴിഞ്ഞ ചിലവുകളെയാണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ക്യാഷ് ആയിട്ട് ആർക്കും ഒന്നും കൊടുത്തിട്ടില്ല, പക്ഷെ നമ്മുടെ കണക്കിൽ ഇങ്ങനെ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു കോസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെച്ചിട്ടുള്ള കോസ്റ്റുകൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇംപ്യൂട്ടഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇംപ്യൂട്ടഡ് കോസ്റ്റ് നമ്മൾ ഓൾറെഡി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തു, അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ ഇംപ്യൂട്ടഡും ഇംപ്ലിസിറ്റും ഒക്കെ സെയിം ആണെന്ന് മനസ്സിലാക്കിക്കോളുക. ഇനി മണി കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു ബിസിനസ്സിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ എത്ര രൂപയാണോ ചിലവായിരിക്കുന്നത്, ടോട്ടൽ മണി എക്സ്പെൻസസ്, മോണിറ്ററി ടേംസിൽ തന്നെ എന്തോരം ചിലവ് വന്നിട്ടുണ്ടോ ആ ചിലവിനെ തന്നെയാണ് മണി കോസ്റ്റ് എന്ന് പറയുന്നത്. മണി കോസ്റ്റ് പറഞ്ഞാൽ ടോട്ടൽ മണി എക്സ്പെൻസ് ഇൻകേർഡ് ബൈ എ ബിസിനസ് ഫേം ഓൺ ദ വേരിയസ് ഐറ്റംസ് സെൻറ്റേർഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് എ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ ഐറ്റംസ് വാങ്ങേണ്ടി വന്നിട്ടുണ്ടോ ആ ഫേമിന്, അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചിലവിനെയാണ് മണി എക്സ്പെൻസ് എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്ന റിയൽ കോസ്റ്റ് എന്താണെന്നുള്ളത്. റിയൽ കോസ്റ്റ് പറഞ്ഞാൽ സബ്ജക്റ്റീവ് കൺസെപ്റ്റ് ആണ്. റിയൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എന്താണ്, വർക്കേഴ്സ് അവിടെ പണിയെടുത്ത് അവരുടെ ആ ഒരു എഫേർട്ടിന് കൊടുക്കുന്ന കോസ്റ്റാണ്. ആക്ച്വലി ഇപ്പോൾ 10 പണിക്കാരുണ്ടെങ്കിൽ അവർക്ക് 10,000 രൂപ കൊടുത്തു എന്ന് പറഞ്ഞാൽ അവരുടെ വർക്കിന്, അവരുടെ എഫേർട്ടിന് നമ്മൾ കൊടുക്കുന്ന കോസ്റ്റ്, അതാണ് റിയൽ കോസ്റ്റ് എന്ന് പറയുന്നത്. കാരണം റിയൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ ശരിക്കും നമുക്ക് എന്താണോ ചിലവ് വന്നിരിക്കുന്നത് അതിനെയാണ് റിയൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി സാക്രിഫൈസ് ഓഫ് ദ ഓണർ അണ്ടർഗോൺ ഇൻ പ്രൊഡക്ഷൻ. ഈ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് എന്താണോ ഓണർ സാക്രിഫൈസ് ചെയ്യുന്ന എമൗണ്ട്, അതും ഇതിൻ്റെ ഭാഗമാണ്. ഇതും ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ. അക്കൗണ്ടിങ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അക്കൗണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്ന കോസ്റ്റ്, അതായത് എക്സ്പെൻഡിച്ചേഴ്സ്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട്, പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ ചിലവാക്കിയിരിക്കുന്ന തുക, അത് അക്കൗണ്ടിങ് കോസ്റ്റ് എന്നറിയപ്പെടും. അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്, അതായത് ആക്ച്വലി സംഭവിച്ചു കഴിഞ്ഞ കോസ്റ്റുകളല്ലേ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കുക. അപ്പോൾ അത് തന്നെയാണല്ലോ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ കോസ്റ്റ് അറിയണമെങ്കിൽ എവിടെ നോക്കിയാൽ മതി, ട്രേഡിംഗ് ആൻഡ് പി ആൻഡ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും എക്സ്പെൻസുകളൊക്കെ. അതിനെതിരാണ് അക്കൗണ്ടിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് കോസ്റ്റിനെ പറഞ്ഞ വേറൊരു പേരെന്താണ്, ഹാർഡ് കോസ്റ്റ് എന്ന് പറയും. ഇനി അടുത്തത് എക്കണോമിക് കോസ്റ്റ് ആണ്. എക്കണോമിക് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോട്ട് ഓൺലി ദ പേയ്മെൻറ്റ്സ് ഫോർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ബട്ട് ഓൾസോ ദ പേയ്മെൻറ്റ്സ് ഓഫ് സെൽഫ് ഓൺഡ് ഫാക്ടേഴ്സ്. അതായത് എക്കണോമിക് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം നമ്മളൊരു ബിസിനസ് നടത്തുന്ന ആളാണെന്ന് വിചാരിക്കുക. ആ ബിസിനസ് റൺ ചെയ്ത് പോകാൻ നമുക്ക് ഒരുപാട് ചിലവുകളുണ്ട്. ആ ചിലവ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട്, നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ചിലവാണ്. അപ്പോൾ ആ ചിലവുകളും ഉണ്ടാവും. ഒപ്പം തന്നെ നമ്മുടെ സെൽഫ് ഓൺഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് കൊണ്ടും ചിലവുണ്ടാവും. സെൽഫ് ഓൺഡ് പറഞ്ഞാൽ എന്താ, അപ്പോൾ എൻ്റെ ബിസിനസ് ആകുമ്പം എനിക്ക് ആ ബിസിനസ്സിൽ നിന്ന് സാലറി മാസം ഞാൻ എടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ എൻ്റെ ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റ് ഞാൻ വാങ്ങുന്നുണ്ടാവും. അങ്ങനെ എനിക്ക് സ്വന്തമായിട്ട് വരുന്നതുകൊണ്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഭാഗമായി വരുന്നതുമായിട്ടുള്ള കോസ്റ്റുകളെയാണ് എന്ത് പറയുന്നത്, എക്കണോമിക് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എക്കണോമിക് കോസ്റ്റ് രണ്ടും കൂടി കൂടിയതാണ്. സെൽഫ് ഓൺഡ് ഫാക്ടേഴ്സും ഉണ്ട്, ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ്റെയും കൂടി കോമ്പിനേഷനാണ് എക്കണോമിക് കോസ്റ്റ് എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്നതുകൊണ്ട് എൻ്റേതായ ആവശ്യങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ സ്വയം ഓൺ ചെയ്തിരിക്കുന്ന ഫാക്ടേഴ്സിൻ്റെ ഭാഗമായിട്ട് വരുന്ന ചിലവുകളും കൂടി അതിൽ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പം നമുക്ക് അതിന് എന്ത് പറയാം, ടോട്ടൽ ഓഫ് എക്സ്പ്ലിസിറ്റ് ആൻഡ് ഇംപ്ലിസിറ്റ്. ആ ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് കണക്കിൽ വന്നോളന്നില്ലല്ലോ. അപ്പോൾ ഇതാണ് ഈ കോസ്റ്റ് എന്ന് പറയുന്നത്. ഈ സോഷ്യൽ കോസ്റ്റ് ആണ് ഇനിയുള്ളത്. സോഷ്യൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഗുഡ്സൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതിനുവേണ്ടി കുറേ ചിലവൊക്കെ ഉണ്ടാവുന്നുണ്ട് ഓണർക്ക്. പക്ഷേ അതിൻ്റെ ഒക്കെ ഒരു ബെനിഫിറ്റ് ആർക്കും ഉണ്ടാവണം, സൊസൈറ്റിക്കും ഉണ്ടാവണം. അപ്പോൾ കോസ്റ്റ് ഇൻകേർഡ് ബൈ എ സൊസൈറ്റി ഇൻ ടേംസ് ഓഫ് റിസോഴ്സസ് യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് എ കമ്മോഡിറ്റി. ഒരു കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് റിസോഴ്സുകൾ അതിൽ യൂസ് ചെയ്യുന്നുണ്ടാവാം. അതിന് വേണ്ടിയിട്ട് സൊസൈറ്റി എന്തെങ്കിലും കോസ്റ്റ് ഇൻകർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, സോഷ്യൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഈ സോഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നതിൽ ഓണർ മാത്രമല്ല ആ ഒരു ബിസിനസ്സിൻ്റെ കോസ്റ്റ് ഏറ്റെടുക്കുന്നുണ്ടാവുക, സൊസൈറ്റിയും കൂടി അതിൻ്റെ കോസ്റ്റ്, അല്ലെങ്കിൽ അവരിലേക്ക് കൂടി ആ കോസ്റ്റ് പാസ് ചെയ്യപ്പെടുന്നുണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്.
ഇവിടെ എക്സാമ്പിൾ പറയുന്നുണ്ട്, ചില കമ്മോഡിറ്റീസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കെമിക്കൽ, റബ്ബർ, പെട്രോളിയം, സ്റ്റീൽ. കാരണം കോസസ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഉണ്ടാവുന്നുണ്ട്. കണ്ടോ, സൊസൈറ്റിക്കും കൂടി ഒരു കോസ്റ്റ് അവിടെ വരുന്നത് എന്തൊക്കെയാണ്? പൊല്യൂഷൻ ഉണ്ടാവുമ്പം സോഷ്യൽ കോസ്റ്റ് അവിടെ വരികയാണ്. അവിടെ താമസിക്കുന്ന റെസിഡൻസിനൊക്കെ അസുഖങ്ങൾ ഉണ്ടാവും. അപ്പോൾ അവർക്കും അതുമൂലം ചിലവ് ഉണ്ടാവുന്നുണ്ട്. അപ്പം നമ്മൾ ഒരു കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾക്കുണ്ടാവുന്ന കോസ്റ്റിനോടൊപ്പം തന്നെ പ്രകൃതിക്കോ അല്ലെങ്കിൽ സൊസൈറ്റിക്കോ ഒരു കോസ്റ്റ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനെയാണ് സോഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഏറ്റവും നല്ല എക്സാമ്പിൾ പെട്രോളിയം ഓർത്ത് വെച്ചോളൂ. പെട്രോളിയം ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മളുടെ ബിസിനസ് ആയിരിക്കാം. അപ്പോൾ അതിന് കുറേ ചിലവ് വരും. പക്ഷെ അതെടുക്കുന്നതിൻ്റെ മൂലം നമുക്ക് ആ ചുറ്റുവട്ടത്തിൽ കുറേ പൊല്യൂഷൻ ഉണ്ടാവും. ആ പൊല്യൂഷൻ കാരണം അവിടെ താമസിക്കുന്ന ആളുകൾക്ക് അസുഖങ്ങൾ ഉണ്ടാവും. അതുവഴി അവർക്ക് ഒരുപാട് ചിലവുകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് സോഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് നോക്കാനുള്ള ഒരു കോസ്റ്റാണ് ഷോർട്ട് റൺ കോസ്റ്റ്. ഷോർട്ട് റൺ കോസ്റ്റ് എന്താണ്? ഒരു ബിസിനസ് റൺ ചെയ്യാൻ വളരെ ഷോർട്ട് പീരീഡിലേക്ക് ഷോർട്ട് റൺ കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് വിച്ച് വാരി വിത്ത് ഔട്ട്പുട്ട് വൈൽ ഫിക്സഡ് ഫാക്ടേഴ്സ് റിമെയിൻ കോൺസ്റ്റന്റ്. ചില ഫാക്ടേഴ്സ് ഫിക്സഡ് ആയിരിക്കും, ബാക്കിയുള്ള കോസ്റ്റുകൾ വാരി ചെയ്തുകൊണ്ടിരിക്കും. ഔട്ട്പുട്ടിനനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. ഔട്ട്പുട്ടിനനുസരിച്ച് കുറച്ച് പോർഷൻ വാരി ചെയ്യുകയും കുറച്ച് പോർഷൻ ഫിക്സഡ് ആയിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഷോർട്ട് റൺ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഏകദേശം ഏതുപോലെ ഉണ്ടാവും? സെമി വേരിയബിൾ കോസ്റ്റ് പോലെയാണ് ഇവിടെ പറയുന്നത് അല്ലേ? ചില ഇൻപുട്ടുകൾ മാത്രം വാരി ചെയ്യും, ചിലത് മാത്രം ഫിക്സഡ് ആയി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെയാണ് ഷോർട്ട് റൺ കോസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നോക്കേണ്ടത് ലോങ് റൺ കോസ്റ്റ് ആണ്. ലോങ് റൺ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് വാരി വിത്ത് ഔട്ട്പുട്ട് വെൻ ഓൾ ഇൻപുട്ട് ഫാക്ടേഴ്സ് ആർ വേരിയബിൾ. അത് ഉണ്ടാക്കിയെടുക്കാൻ വരുന്ന എല്ലാ ഇൻപുട്ട് ഫാക്ടേഴ്സും വേരിയബിൾ ആണ്. അതായത് ഫിക്സഡും കുറച്ച് കഴിഞ്ഞാൽ ചേഞ്ച് ആവും, വേരിയബിൾ. കാരണം ലോങ് റണ്ണിലേക്ക് പോകുമല്ലേ, ഒരു വർഷത്തിലൊക്കെ ആകുമ്പോൾ മാത്രമേ ഫിക്സഡ് ആയിട്ടേ നിൽക്കുള്ളൂ. വർഷങ്ങൾ കൂടുതൽ ലോങ് റണ്ണിലേക്ക് പോകുന്ന കോസ്റ്റ് ഒരിക്കലും ഫിക്സഡ് കോസ്റ്റ് ഒരേപോലെ മൂവ് ചെയ്ത് പോവില്ല. അവിടെ ഫിക്സഡും വേരിയബിളൊക്കെ കുറച്ച് കഴിയുമ്പോൾ അതെന്ത് ചെയ്യും? ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അതിനെയാണ് ലോങ് റൺ കോസ്റ്റ് എന്ന് പറയുന്നത്. കാരണം ദീസ് ആർ ദ കോസ്റ്റ് വിച്ച് ആർ ഇൻകേർഡ് ഓൺ ദ ഫിക്സഡ് അസെറ്റ്, പ്ലാന്റ്, ബിൽഡിംഗ്, മെഷീനറി, അതിലൊക്കെ ഒക്കെ മാറ്റങ്ങൾ വരും. അപ്പോൾ കോസ്റ്റ് റിലേറ്റിംഗ് ടു ലോങ് റൺ കോസ്റ്റ് പറയുമ്പം വരും വർഷങ്ങളിലേക്ക് വരുന്ന ചേഞ്ചസ്, അതിൽ വരുന്ന മാറ്റങ്ങൾ കോസ്റ്റിൽ, അതായത് ലോങ് പീരീഡിലേക്ക് പോകുമ്പോഴാണ് ഈ കോസ്റ്റ് ഉണ്ടാവുന്നത്. അതിനാണ് ലോങ് റൺ കോസ്റ്റ് എന്ന് പറയുന്നത്. അവിടെ ഫിക്സഡിലും ചേഞ്ചസ് വരും, വേരിയബിൾ കോസ്റ്റിലും ചേഞ്ചസ് വരും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഫിക്സഡ് കോസ്റ്റ് നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, ഒരു ഇൻ്റർവെൽ കഴിഞ്ഞാൽ അതും മാറേണ്ടി വരും. എല്ലാ കാലത്തും ഒരുപോലെ അവിടെ അതേപോലെ നിൽക്കാൻ പറ്റില്ല. അതാണ് അവിടെ പറയുന്നത്. പക്ഷേ ഷോർട്ട് റൺ കോസ്റ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരു നിശ്ചിത സമയം വരയ്ക്കൊക്കെ വരുന്ന ചിലവാണിച്ചാൽ ഫിക്സഡ് കോസ്റ്റ് ഫിക്സഡ് ആയി നിൽക്കുകയും ബാക്കി മാത്രമേ മാറുള്ളൂ. അതാണ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളും ഞാനിപ്പോൾ ഈ ഒരൊറ്റ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ പ്രത്യേകിച്ച് പഠിക്കുക. എസ്സേ ആയിട്ട് ചോദിച്ചാൽ കൃത്യമായിട്ട് അത് വരച്ചെഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് ഷുവറായിട്ട് വാങ്ങാം. ഇതിൽ 6 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ 3 മാർക്കിന് ഏതെങ്കിലും കോസ്റ്റുകൾ, ഇതിൽ 2ഓ 3ഓ കോസ്റ്റ് വരയ്ക്കും വരാൻ സാധ്യതയുണ്ട് 3 മാർക്കിന്. പിന്നെ ഇത് എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. 6 മാർക്കിന് എന്താണ് കോസ്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നൊരു ചോദ്യം വരാം. ഇതൊക്കെയാണ് ഈ ഒരു പോർഷനിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ കോസ്റ്റുകളും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.